ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങിട്ടോ, പക്ഷേ ഇടയ്ക്ക് ഞാൻ നീക്കേണ്ടി വന്നു, തണുത്തിട്ടാ തോന്നുന്നു. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങി. അതിൻ്റെ ഇപ്പോൾ ഒരു 6:15 ആയപ്പോൾ നീറ്റു. ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറായിരുന്നു. രാവിലെ എന്താ നീറ്റപ്പുള്ള കാഴ്ച എന്തൊക്കെ. അവിടുന്ന് സൺറൈസ് ആയിരുന്നു. ഇപ്പോൾ സൂര്യൻ നല്ലപോലെ മുകളിലേക്ക് വന്നു. എക്സ്പോഷർ വല്ലാതെ കൂടി വന്നു. ബെഡിൽ നിന്നുള്ള ഡയറക്റ്റ് വ്യൂ ഇതും ഈ സൈഡൊക്കെ നൈസായിട്ടേ. പിന്നെ ഇനി പുറത്ത് പോയി കാണിച്ചാൽ ഞാൻ രാത്രി പറഞ്ഞില്ലേ ഇവിടെ ഒരു ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഈ സൈഡിലെ ഞങ്ങളിവിടുന്ന് രാവിലെ കുറേ പിക്കൊക്കെ എടുത്തായിരുന്നു. സൂര്യൻ ഇത്ര പൊന്തി വരുന്നതിൻ്റെ മുന്നേ. ദേ ഇതിൻ്റെ അടുത്ത് കൂടെ ഒരു റിവർ പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ടായിരുന്നു. സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും, മൈക്ക് കൂടെ കേൾക്കാൻ പറ്റും തോന്നുന്നില്ല. സത്ലജ് തന്നെ, ഇവിടെ സത്ലജാണ് കൂടുതൽ. ഇന്ന് നമ്മൾ വേറൊരു റിവറിനെ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് കാണും കേട്ടോ. അത്യാവശ്യം ഫേമസാണ്. അങ്ങോട്ട് അതിന് വഴിയെ കാണിച്ചു തരാം. പിന്നെ എന്നാൽ രാത്രി കുറച്ച് സ്റ്റാർ ഗ്രേസിംഗ് ഒക്കെ ചെയ്തായിരുന്നു ഇവിടുന്ന് മുകളിൽ. പക്ഷെ ഭയങ്കര മഞ്ഞൊക്കെ ആയതുകൊണ്ട് ക്ലിയർ ആവണില്ലായിരുന്നു. പിന്നെ അത് ആ ബാക്കിൽ കാണുന്നൊക്കെ മഞ്ഞുമല കേട്ടോ. അപ്പോൾ ഇനി താഴത്തേക്ക് ഇറങ്ങണം. ആപ്പിൾ ഇത് കണ്ടില്ലല്ലോ, അതായത് ഈ താഴെയുള്ളതൊക്കെ ആപ്പിൾ കേട്ടോ. കുറേ എണ്ണം വീണ് കിടക്കുന്നുണ്ട്, ചുമ്മാ വീണ് കിടക്കുക നിലത്ത്. ഇവിടെ കംപ്ലീറ്റ് ഉണ്ട്. ഇത് നമ്മൾ താമസിക്കുന്ന ഈ ഹോട്ടലിലെ സെയിം പ്രോപ്പർട്ടീനെ തോന്നുന്നു. അപ്പം ഇനി അവിടേക്കൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് പിക്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. പോയി നോക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് കേട്ടോ. ലോഡ് ഓൾട്ട് പോണാണ്. പോയി അതേ പോണു. ഇവിടെ കൂടുതൽ ഓൾട്ടൊക്കെയാണ്. ആണോ, അടുത്തത് അവിടുന്ന് വേറെ വരുന്നു. റോഡ് സൈഡിൽ തന്നെയാണ്, പക്ഷെ അത്ര റഷൊന്നുമില്ല. ഈ ഭാഗത്തേക്ക് റോഡൊന്നുമില്ല, ഇങ്ങനത്തെ റോഡാണ് കൂടുതലും. ഈ റോഡിലാണ് ഇന്നലെ നമ്മൾ ചിത്കുല് പോയി വന്നത്. ലാസ്റ്റ് വില്ലേജ് പറഞ്ഞില്ലേ അത്. അപ്പം എന്നാൽ ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങട്ടെ. പല്ലേപ്പോൾ കഴിഞ്ഞു, എന്നാലും മുഖമൊക്കെ കഴുകട്ടെ. ഇപ്പം ഞങ്ങൾ റെഡിയായി. നെയ്യാമോ ഇന്നിങ്ങി പോകുന്നത് കുറച്ചും കൂടി തണുപ്പുള്ള സ്ഥലത്തേക്ക് കേട്ടോ. ഇന്നലെ ഇപ്പോൾ നമ്മൾ -1 ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അതിനേക്കാളും താഴെ പോകുമെന്ന് പ്രതീക്ഷിക്കണം. ഇനിയിപ്പോൾ ഇറങ്ങാറായി. നേരെ ഇപ്പോൾ 9 മണിയായി. ഇനി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിക്കും. അതിൻ്റെ മുന്നേ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കുറേ ആപ്പിൾ ഇഷ്ടം പറ്റുന്നു. നമ്മൾ ഇന്നലെ നിന്നതിൻ്റെ പുറത്തേ കഴിച്ചാൽ അതൊക്കെ ഇന്നലെ രാത്രി കൊണ്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഒരു റൂം ഇവിടെ, പിന്നെ ഒരു റൂം നേരെ അപ്പുറത്ത്. ബാൽക്കണി അറ്റത്തെ റൂമുകളിൽ മാത്രമേ ഉള്ളൂ. പറഞ്ഞപ്പോൾ എൻ്റെ പേര് സാങ്കള മാൻഷൻ. ഒരു കവാറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ആപ്പിൾ തോട്ടത്തിലാണ്. ഒന്നും കേട്ടില്ല, അതവിടെ ഒരാൾക്കും ഉണങ്ങി നിൽക്കുക, കളറായിട്ടില്ല. ഇടയ്ക്കാ ഇവിടുന്നുള്ള വ്യൂ നൈസാണ് കേട്ടോ. ആപ്പിൾ മരത്തിലൊന്നും കാണാനില്ലല്ലോ. കുറേ അവിടെ ഇവിടെ മോള് നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണങ്ങിയിട്ട് ഓരോന്ന് കണ്ടായിരുന്നു. കൊള്ളാല്ലേ? അതെ, അതിൻ്റെ ഉള്ളിൽ 2 ആൾക്കാർ. ദേ ഇവിടെയൊക്കെ ഇതാ ആപ്പിൾ വീണ് നടക്കണം. നല്ലതല്ല, ഉണക്കേ ഉണക്കേ വാടിയിട്ടുണ്ട്. കുറേ കിടക്കുന്നുണ്ട്. കഴിക്കാൻ വന്നേ. ഇപ്പം എന്തൊക്കെയാ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ട്. ഇതെന്താ കറി? പൂരി മസാല തന്നെ തോന്നുന്നു അല്ലേ? പിന്നെ പോഹ. ഇനി പൂരി വരാണ്ട്. ഇതെന്താ
പാക്കിങ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങുക. ഇപ്പം നമ്മൾ പോകുന്ന ടാബോ പറഞ്ഞ സ്ഥലത്തേക്കാണ്. എല്ലാം എടുത്തൊന്ന് ചെക്ക് ചെയ്തു. സൂപ്പർ റൂമായിരുന്നു, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. നല്ല ചൂടുവെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇനി താഴോട്ട് വേണ്ട, നമ്മൾ താഴേക്ക് ഇറങ്ങി ഓൾറെഡി. ഞങ്ങൾ ഇന്നലെ താമസിച്ച സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടാബോ. എത്ര സമയം? 10:10 ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത ട്രിപ്പ്. ഇത് രാത്രിയാവും എത്താന്ന് പറഞ്ഞു. അടുത്ത സ്റ്റേൻ്റെ അവിടേക്ക് ഇടയ്ക്ക് കുറേ സ്ഥലത്ത് കൂടെ ഇറങ്ങാനുണ്ട് പറഞ്ഞിട്ട്. എല്ലാവരും ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ യാത്ര തുടങ്ങി. തിരിച്ച് കർച്ചം ഡാമിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് വേണം തിരിഞ്ഞു പോകാൻ ടാബോയ്ക്ക് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ സെയിം റൂട്ടിൽ തന്നെ നമ്മൾ തിരിച്ചു വരിക. അവിടെ താഴെ കാണാം ആ പാലം. നമ്മൾ ഇന്നലെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത പാലല്ലേ, അത് കൂടെ തിരിച്ചു പോരണം. എന്തായാലും ലാൻഡ്സ്കേപ്പൊക്കെ വേറെ വൈകി. ഇവരെങ്ങനെയാണ് ആ വീടൊക്കെ അവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? ഞാൻ പൊതുവേ ചോദിച്ചതാ. കൂടെ പോകണം സത്ലജാണ്. സത്ലജ് റിവറാണ് ആ തലക്ക് കൂടെ പോകണം. വെള്ളം കുറഞ്ഞോ? ഈ കേസ് നമ്മൾ സ്പിത്തി റിവറും സത്ലജ് റിവറും ചേരുന്ന സ്ഥലം കാണും. അവിടെയാണ് ഖാബ് ബ്രിഡ്ജ്. കർച്ചൻ ഡാമിൻ്റെ അവിടെ എത്തി. ഇങ്ങനെയുള്ളതൊക്കെയാണ് പുതിയ കാഴ്ചകൾ. നല്ല കാണാത്ത കാഴ്ചകൾ കൂടെ നമ്മളിങ്ങി പോവാം. ഇരുമ്പ് പാലം കർച്ചൻ ഡാം. ഡാം തുറന്നിട്ടാടാ, വെറുതെ വെള്ളം കുറഞ്ഞ്. എന്താണ് ഇതൊക്കെ? ഹൈഡ്രോ പ്ലാന്റ് ആണോ അത്? യെസ്. സൂം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമോ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സിസ്റ്റം. ഈ മലയുടെ ഉള്ളിലാണ് അതിന്റെ ടർബൈൻ സാധനങ്ങളൊക്കെ ഉള്ളത്. കിന്നർ വാലി കഴിഞ്ഞു ഗൈസ്. അവിടെ കിന്നർ വാലി കഴിഞ്ഞു ഗൈസ്. കൽപ്പ കണ്ടു കാണുന്നത്. പൊട്ടിയാണ്, മൊത്തം പൊട്ടിയാണ് ഗൈസ്. ഇത് അവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. മണ്ണിടിഞ്ഞ് വീണ് താഴെ നടക്കണം കേട്ടോ ആ ഭാഗത്തൊക്കെ. ഒരു വെള്ള ലൈം സ്റ്റോൺ പോലത്തെ പൊടിയില്ലേ. ഫുൾ കൺസ്ട്രക്ഷനാണ് ഗൈസ്. കൺസ്ട്രക്ഷനിലപ്പം നല്ല ഡസ്റ്റ് ഉണ്ട് ഇവിടെയൊക്കെ. ഒരു വെള്ള കോട പോലെ നിറഞ്ഞെടുക്കുക ഡസ്റ്റ്. നമ്മൾ ആ കർച്ചൻ ഡാം കഴിഞ്ഞങ്ങോട്ട് വന്നപ്പോഴാണ് ഇത്രയധികം കൺസ്ട്രക്ഷൻസ് കാണാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെയാണ് കൂടുതലും ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ഒക്കെ കാണുന്നത്. ടാബോ റോഡിൽ കയറി ഗൈസ്. ഇവിടുന്ന് കൽപ്പയ്ക്ക് തിരിയുന്ന ഭാഗമാണ്. നമ്മൾ കൽപ്പ തിരിച്ചു നമ്മളെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ടാബോ റോഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അതിലെ ചെറുപറഞ്ഞ സൈഡിൽ കൂടെ ഉള്ള റോഡാണ്. അങ്ങോട്ട് പോകുമ്പോൾ വെജിറ്റേഷൻ ഇങ്ങനെ കമ്മിയായി വരുന്ന അറിയാൻ സാധിച്ചത്. വൈകിയെ കാണാം. ഇവിടെ കണ്ടു, ഇവിടെ കൂടുതൽ സ്റ്റെപ്പ് ഫാമിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഇതില് വെജിറ്റേഷൻ ഉണ്ട്, അതിൽ വെജിറ്റേഷൻ ഉണങ്ങി കിടക്കണതാ.
നമ്മളിപ്പോൾ ഒരു വലിയൊരു പാലം കിടക്കുമ്പോൾ ബ്രോ ഉണ്ടാക്കിയൊരു പാലം. അങ്ങനെയൊക്കെ ബ്രോ റോഡ്സ് ആട്ടോ, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ആ കാർ അതിന് മുകളിൽ പാർക്ക് ചെയ്യോ? ഏറെക്കുറെ 60 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നു. എല്ലാം ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ് തന്നെ ഫുള്ള്. ശരിയല്ലേ? മലയൊക്കെ കാണി ഇങ്ങോട്ട് വരണം. എന്താ പോയി മലയൊക്കെ ഒരു രക്ഷയില്ലാത്ത മല. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും മല കണ്ടിട്ടുണ്ടോ? വൈബ് മല. അവിടെയും ഇവിടെ ഓരോ മരം, ബാക്കി മൊത്തം പാറയും. ഇവിടെയൊക്കെ ഞങ്ങൾ സ്നോ വീണ് കഴിഞ്ഞാൽ മൊത്തം വെള്ളമായിട്ട് നിൽക്കും. അടുത്ത 2 മാസത്തിൻ്റെ ഉള്ളിൽ ഇത് ഫുള്ള് വൈറ്റ് ആയി നിൽക്കുന്ന കാണാം. ഈ റിവറൊക്കെ ഫ്രീസ് ആവുന്നത് കേട്ടെ. ഒറ്റ വെജിറ്റേഷൻ പോലും ഇല്ല. ഇതൊക്കെയാണ് സ്നോ ഉള്ള സമയത്ത് ഫുള്ള് സ്നോ ആയിട്ട് മൂടി നിൽക്കുന്ന സ്ഥലവും. ഒരു കിലോമീറ്റർ എങ്കിലും ഉണ്ടാവില്ലേ മുകളിലേക്ക്? സ്ലാൻഡ് ഹൈറ്റ് ഏറെക്കുറെ 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവില്ലേ? ഇല്ലേ? അറിയുള്ളൂ, 500 ഉണ്ടാവുള്ളൂ. ഇത്ര കേസ് അറിയില്ല. ഇത് ഇവിടുന്ന് താഴേക്ക് കുഴിയാണേ. അവിടെ അതുവരെ കയറിപ്പോലെ ഒന്നും പറയാൻ വയ്യ, ബാക്കിയൊക്കെ പറയും. അല്ല അടിപൊളി. അപ്പൊ ഗൈസ് പ്യുവർ ലഡാക്ക് വൈബ് വന്നുണ്ടോ? കണ്ടോ? നല്ല തണുത്ത കാറ്റും നല്ല റോഡും ഉഷാറ് മലകളും. ഒരു രക്ഷയില്ലാത്ത സൂപ്പറായിട്ടില്ലേ? ഓ നല്ല വൈബ് സ്ഥലം. ആ പാലം കണ്ടോ? സൂപ്പറായിട്ടില്ലേ? അതല്ല പാലം, ഇത് വേറെ പാലം. This is the bridge. No, this is some bridge. എന്ത് ബ്രിഡ്ജാ? ഇതർ एक फोटो भी खींचते हैं इधर. അപ്പോൾ ഗൈസ് ഞങ്ങളൊന്ന് കാലൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. ഇങ്ങോട്ടോ ക്യാമറ. അർജുൻ ഇപ്പോൾ വണ്ടീന് മുമ്പ് പെട്ടെന്ന് ഗൈസ് ഇപ്പൊ തന്നെ പടായനെ അവിടെ. ഓ എന്താ വൈബ്. മലകളൊക്കെ വേറെ ലെവലായി മാറി. ജസ്റ്റ് ഞങ്ങൾ 2 തിരിവ് തിരിഞ്ഞപ്പോഴും പിന്നെ മൊത്തം ഇങ്ങനെയായി മാറി ഗൈസ്. താഴത്തു കൂടെ അതാ റിവർ ഒഴുകിപ്പോന്നു. ഈ സത്ലജിനെ ഇന്നലെ മുതൽ കാണാൻ തുടങ്ങിയതല്ല, 2 ദിവസം തുടങ്ങിയപ്പോൾ മുതൽ സത്ലജ് കാണാൻ തുടങ്ങിയതാ. ഇപ്പോഴും എന്താ പോയിക്കൊണ്ടിരിക്കുന്നു. ഫു കസ എന്താ ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ ആ വഴിക്കാണ് പോകുന്നത്. നമ്മൾ വന്നതേ അത് കൂടെ വന്ന് ഈ ബ്രിഡ്ജും കടന്ന് വന്ന അവിടെ ബോർഡ് ഉണ്ട് കേട്ടോ, റൂപ്പ വാലി ആൻഡ് ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ. എന്താ റൂപ്പ വാലിക്കുള്ള വഴി. നമ്മൾ പക്ഷെ അങ്ങോട്ടല്ല പോകുന്നത്, ഇത് കാസൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഹാർട്ട് ബ്രിഡ്ജ് ലക്ഷ്യമാക്കി വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ഇത്തിരി നേരം ഒന്ന് ബ്രേക്ക് എടുത്തു. ആകാശം കണ്ടോ? നല്ല നീലാകാശം. ഓ അതിന്റെ മുകളിൽ കൂടെ റോഡൊക്കെ പോകുന്നുണ്ട് ഗൈസ്. കാണാൻ പറ്റുന്നില്ല, അവിടെ എത്താനാകുമ്പോ കാണാം. യെസ്. ഓ സൂപ്പർ 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 നോവ. എന്താ നിങ്ങൾക്ക് ഈ കാഴ്ച കണ്ടിട്ട് പറയാനുള്ളത്?
മജ്ഭൂമി. യെസ്, കഴിഞ്ഞോ? മറ്റേ ആ സിനിമ ഇല്ലേ മോഹൻലാലിന്റെ ഏത്? കണ്ണ് കാണാത്ത ആൾക്കാരുടെ അതുപോലത്തെ സ്ഥലം. എന്താ സിനിമയുടെ പേര്? കണ്ണ് കാണാത്ത ആൾക്കാരുടെ സിനിമ. ആ ദേവസംഗീതം നീ എന്ന് പറഞ്ഞു. ആ പാട്ട്. അതിലെ ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലത്താ, പാറയൊക്കെ ഉള്ള സ്ഥലത്ത്. അതാ അവിടെ 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 അവിടെ. മൗണ്ടെയിൻസ് കാണാൻ തുടങ്ങി ഗൈസ്. കുറേ നേരത്തിന് ശേഷം നമ്മളൊരു സിറ്റി കണ്ടു. ഫൂ സിറ്റിയാണ് അതാ കാണുന്നത്. ആണോ? ഇത് എവിടെ കണ്ടു? നമ്മളങ്ങോട്ട് പോയില്ല, നമ്മളതിൻ്റെ താഴത്ത് കൂടെ പോയി ചെയ്യാം. ഓ മോനെ വ്യൂ വ്യൂ ഹിമാലയസ്. മല നോക്കും. അപ്പോൾ ഗൈസ് നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തി പൂവിൽ. ഇവിടുന്ന് പെട്രോൾ എന്താ ഈ ഫ്യൂൽ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാസയിലേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നമ്മൾ പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പെട്രോൾ ഉണ്ട്, എന്നാലും കാസങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ എത്തുള്ളൂ. അപ്പോൾ അപ്പോഴേക്കുള്ള പെട്രോളൊക്കെ ആൾ അടിച്ച് വെച്ചേക്കുക. ഇവിടെ നിന്നുള്ള വ്യൂ ഇതിപ്പോൾ എവിടെ വയ്ക്കുന്ന വ്യൂ തന്നെ. ഇവിടെ കുറച്ച് മിലിറ്ററി ഏരിയ കേട്ടോ. നമ്മ ഇതിൻ്റെ ഉള്ള അന്തം വിട്ടിരിക്കണം. അമ്മു മറ്റേ ഡൂയിങ് അമ്മ എന്തോ ഒരു കള്ളത്തിൽ കണ്ടിട്ടുണ്ട് ഗൈസ്. ആ കാണുന്ന എന്താ സ്റ്റേയാ തോന്നുന്നു. ഇതുണ്ടോ ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം. ഇലക്ട്രിക് ലൈൻ പോയതാണ് മലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന സാധനം കണ്ടൊരു വര. ഇലക്ട്രിക് ലൈനാണ്, നല്ല കണക്ടിവിറ്റിയാണ്. നല്ല ടോപ്പ് വരെ പോയിട്ടുണ്ട്. ഇതിൽ ക്ലിയർ ആവുന്നില്ല. ടാൻ അടിച്ച് ഗൈസ്, വൻ ടാനാ. ഇവന് സാധാരണ ആൾക്കാരനെക്കാളും ഇരട്ടി ടാൻ അടിക്കേണ്ടി പോകുന്നുണ്ട്. മുടിയൊക്കെ എന്തൊക്കെയോ ആയിരിക്കണം. മുടിയൊക്കെ എന്തൊക്കെയോ. അവിടെ ഉണ്ട് ഫാമിങ് നടന്നുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് ഫാർമിങ്. ആകെ അവിടെ മാത്രം കുറച്ച് ടെറസ് ഫാമിങ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് പേരെങ്കിലും ഒരു ഇതാണ്. എന്താ ഉണ്ടാക്കുക? കൾട്ടിവേഷനാണ്, അല്ല അങ്ങനെ വരില്ലല്ലോ. ഫേസ്ബുക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ നമുക്കെന്തോ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം പറഞ്ഞിട്ട് ബയ്യ പോയിട്ടുണ്ട്. എഴുതിയിട്ട് പോരുകയും ചെയ്തു. എല്ലാം വെരി ഫാസ്റ്റാണ്. എൻട്രി കൊടുക്കുക വണ്ടിയിൽ, എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ എഴുതി കൊടുത്ത് പോകുന്നു. വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഖാബ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയ 2 റിവർ ജോയിൻ ചെയ്യുന്ന സ്ഥലം, സംഗമം. ഖാബ് സംഗമം ബ്രിഡ്ജ് അങ്ങനെ എന്താ പറയുക. ലൈക്ക് ഇവിടുന്ന് വരുന്ന ഇതുണ്ടോ, ഇത് കൂടെ ഒരു റിവറും വരുന്നുണ്ട്, അപ്പുറത്ത് കൂടെ റിവറും വരുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന സ്പിത്തി റിവറും ഇത് സത്ലജും രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് സത്ലജ് പറഞ്ഞു പോകുന്നത്. അതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നത്. ഇതാണ് ആ പാലം ഫേമസ് ആയിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. നമ്മൾ ആ ബോർഡ് കണ്ടു, നടക്കുന്നു. ഇതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതാണ്ടോ, ഇതാണ് ആ ബ്രിഡ്ജ്. അതിൻ്റെ താഴെത്തി. ഇതാ ഇവിടുന്ന് ഒരു റിവർ വരുന്നു, അപ്പുറത്ത് കൂടെ വേറൊരു റിവർ വരുന്നുണ്ട്. കാണുന്നില്ല, ഇങ്ങോട്ട് അടുത്ത് ഇവിടെ വന്നു. ആ എവിടെ? ഓ ഇതിൻ്റെ അടുത്തൊക്കെ ആ കാണുന്നതൊക്കെ കിണറാട്ടോ. ഒന്ന് ചളിവെള്ളം, ഒന്ന് നല്ല വെള്ളമാണ്. അതൊക്കെ മലേൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുവാ. ഞാൻ കൂടെ വട്ടം കറങ്ങിയിട്ട് വരാം. കൊള്ളാം, രസം. നല്ല തണുത്ത കാറ്റാണ്, നല്ല വെയിലുണ്ട്. അതുകൊണ്ടാണ് ടാൻ അടിക്കുന്നത് നല്ലോണം.
ഈ കഫേയിൽ നിന്ന് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് മാഗി മേടിച്ചിരുന്നു. അവിടെ എഴുതി വെച്ചുണ്ടോ, വി ആർ നോട്ട് എ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്, വി ആർ കഫേ ഫ്രഷ് ഫുഡ് ടേക്സ് ടൈം എന്ന് വെച്ചാൽ സമയം എടുക്കും അതിനെ കിട്ടാൻ. നമ്മളിപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് വന്നത്, ആ താഴത്തൊക്കെ പോയിട്ടാണ് വന്നത്. ഇതവിടെ മുകളിലോട്ട് കയറിയിട്ട് ഇനിയൊന്ന് മുകളിൽ കയറിയിട്ട് ഞാൻ ആ ബ്രിഡ്ജിൻ്റെ അത് കൂടി കാണിച്ചു തരാം. കുറേ ആൾക്കാർ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് നടന്ന നല്ല ആൾട്ടിറ്റ്യൂഡിലാണ്. അതുകൊണ്ട് കുറച്ച് നടക്കുമ്പോഴേക്കും കഥയ്ക്കും. ടാബോ ഖാബ് ബ്രിഡ്ജ് ഇതാണ്. ഇതിൻ്റെ സൈഡിൽ നൈസായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഫ്ലാഗ് വെച്ചിട്ടുള്ള കൊള്ളാം അല്ലേ? ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ ഫ്ലാഗ് ഇങ്ങനെ വെച്ചേക്കുള്ള നൈസാണ്. കൊള്ളാം അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോഴാണ് ആ റിവറും മീറ്റിംഗ് പോയിൻ്റൊക്കെ കാണുന്നത്. നമ്മളിപ്പോൾ ഇതാ അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് വന്നു. ഇതൊക്കെ ബ്രോൻ്റെ പണിയാണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. അതേ അവരുടെ ലോഗോവും ബ്രാൻഡിങ്ങും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അല്ലേ, ഇത്രയും ഒരു കാട്ടുമുക്കിൽ വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കണം വെച്ചാൽ അത് സമ്മതിക്കണ്ടേ. അവർ ചായ കുടിക്കാൻ വേണ്ടി ഇതാ അവിടുത്തെ കടയിൽ നിർത്തിയിരിക്കണേ. നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം.